السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായം സൂറത്ത് ദുഹ. സൂറത്ത് ദുഹ അത്ഭുതമായ സൂറത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് കാണുമ്പോൾ അല്ലാഹു അക്ബർ, റസൂൽ വലിയ പ്രയാസത്തിനും സങ്കടത്തിനും ഇരിക്കുമ്പോൾ റസൂലിനെ ആശ്വസിപ്പിക്കാൻ, സമാധാനപ്പെടുത്താൻ നമുക്കും ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകാം. നമ്മുടെ കച്ചവടങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ടാകും. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ, അല്ലെങ്കിൽ അമ്മായിമ്മ അവരെ മക്കൾക്കിടയിൽ, അല്ലെങ്കിൽ മുതിർന്നവർ കാരണവർക്കിടയിൽ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ സാമ്പത്തികമായ വലിയ ടൈറ്റ്, സാമ്പത്തികമായ വലിയൊരു പ്രയാസം, ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങളിൽ നാം ഇങ്ങനെ കഴിയുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ് സൂറത്ത് ദുഹ. കച്ചവടമില്ലാത്ത സമയത്ത് നാം പറയുന്ന രീതിയിൽ ഓതുകയാണെങ്കിൽ നിന്റെ കച്ചവട ചരക്കുകളെല്ലാം വിറ്റ് കഴിഞ്ഞ് നീ സന്തോഷിക്കും. അതേസമയത്ത് പിണങ്ങി കഴിയുന്ന രീതിയിലാണോ നാം പറയുന്ന രീതിയിൽ ഓതുകയാണെങ്കിൽ നിന്റെ പിണക്കങ്ങൾ മാറും. സാമ്പത്തികമായ വരുമാന തടസ്സങ്ങളാണോ നാം പറയുന്ന രീതിയിൽ ഓതണം, തീർച്ചയായും ആ സാമ്പത്തിക പ്രശ്നം മാറും. ഇത് കച്ചവടമില്ല, ആ വീട്ടിൽ ബർക്കത്ത്, എല്ലാത്തിനും പരിഹാരമുണ്ട്. പറയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങാതെ വർഷങ്ങൾ വഹി ഇറങ്ങാതിരിക്കുമ്പോൾ ആ റസൂലിനെ പരിഹസിച്ചുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞപ്പോൾ മുത്തായ ഹബീബിനോക്ക് ഈ സൂറത്ത് ഇറങ്ങിക്കൊണ്ട് സമാധാനം നൽകിയിട്ടുണ്ട്. നമുക്കും ഇത് സമാധാനം നൽകുന്ന ഒരു സൂറത്താണ്. ഒരാൾക്ക് കച്ചവടം ആണ് പ്രശ്നം, കച്ചവടത്തിന്റെ പ്രയാസമാണ്. ഒരാൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ ഈ സൂറത്ത് ബാദൽ ഫർദ്, എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷം 17 തവണ ഓതണം. 17 തവണ 11 ദിവസം ഓതിയാൽ മതി. അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന് ഓതി നോക്ക്. 17 തവണ എല്ലാ ഫർദ് നിസ്കാരമൊന്നും ഖളാക്കാതെ കഴിവിന്റെ പരമാവധി ഇമാം ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് 17 തവണ ഓതുക. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷം ഓതിയാൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുത്ത് നല്ലൊരു സന്തോഷം അല്ലാഹു തീർച്ചയായും നൽകും. അതേ സമയത്ത് ഒരാൾക്ക് കച്ചവടമാണ് അയാൾ ചെയ്യുന്നത്, കച്ചവടം ചരക്കുകളൊന്നും വിറ്റ് കിട്ടുന്നില്ല, ഇങ്ങനെ സ്റ്റോക്കായി കിടക്കുകയാണ്, വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വിറ്റ് കിട്ടാൻ അയാൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അയാള് 40 പ്രാവശ്യം സൂറത്തിൽ വദ്ദുഹ ഓതുക. നല്ല ശുദ്ധ വെള്ളത്തിലേക്ക് ഓതാം. എന്നിട്ട് ആ വെള്ളം അയാളുടെ കച്ചവട ചരക്കിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുക, ഒന്ന് വെള്ളം ഇങ്ങനെ കൊടയാം. തീർച്ചയായും അതൊക്കെ വിറ്റ് കിട്ടി അയാള് കച്ചവടം നല്ല ഒരു പുരോഗതി ഉണ്ടാകും. അതേസമയത്ത് മറ്റാൾക്ക് പിണക്കമാണ്. ഭാര്യ ഭർത്താവ്, നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് സമ്പത്ത്, ഒരുപാട് പണം ഉണ്ടായത് കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടൂല. ഒരുപാട് പണമുണ്ട്, മക്കളുമായി പിണക്കത്തിലാണ്, അല്ലെങ്കിൽ ഭാര്യയുമായി പിണക്കത്തിലാണ്, അല്ലെങ്കിൽ കുടുംബക്കാരുമായി പിണക്കത്തിലാണ്, അയൽവാസികളുമായി പിണക്കത്തിലാണ്. എന്ത് സന്തോഷമാണ് അവിടെ! ഒന്നും മനപ്രയാസം ഉണ്ടാവും, മനസ്സിന് ദുഃഖങ്ങൾ ഉണ്ടാകും. അതൊക്കെ അവർക്കിടയിൽ ഇണക്കമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ 11 തവണ ഓതുക. 11 തവണ ഓതി ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പേര് പറഞ്ഞ്, ആരോടാണോ ഇണക്കത്തിൽ കഴിയേണ്ടത് അവരെ പേര് പറഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കും. തീർച്ചയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ കുടുംബ ജീവിതം എല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. മറ്റൊന്ന്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിൽ പോയപ്പോ അവർക്ക് സമ്പത്തില്ല, ഒന്നുമില്ല, സ്ഥലമോ വീടോ ഒന്നുമില്ല, ഭാര്യമാരില്ല, വലിയ പ്രയാസമാണ് അവിടെ, വലിയ കഷ്ടപ്പാടാണ് മദീനയിലേക്ക് എത്തിയപ്പോ. ആ സമയത്ത് ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അങ്ങനത്തെ ഒരുപാട് മഹാരഥന്മാർ വലിയ സമ്പന്നരായി മാറിയിട്ടുണ്ട്. നമുക്കൊക്കെ ചരിത്രം പഠിച്ചവരാൻ നമുക്കറിയാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലരും സാമ്പത്തികമായ പ്രശ്നങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വലിയ പണ്ഡിതനാണ് ഹാത്തിം റളിയല്ലാഹു
കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഹാത്തിം റളിയല്ലാഹുവിന്റെ അരികിൽ ഒരു സഹോദരി വന്ന് പറഞ്ഞു ഹാത്തിം റളിയല്ലാഹുവിന്റെ അടുക്കൽ, തങ്ങളെ വലിയ വിഷമമാണ്, വലിയ പ്രയാസമാണ്, ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യവും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം മക്കളുടെ സ്വഭാവ ദൂഷ്യവും, ഭർത്താവിനൊരു ജോലിയില്ല, വലിയ കഷ്ടപ്പാടാണ്, ഇതിനൊരു പരിഹാരം വേണം എന്നായിരുന്നു ഹാത്തിം റളിയല്ലാഹുവിനോട് ഈ സ്ത്രീ പറയുന്നത്. വലിയ ദുഃഖത്തിലാണ്, ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു. മഹാനവറുകൾ അപ്പോൾ അദ്ദേഹം ആ സഹോദരിയോട് നിർദ്ദേശിച്ചത്, മഗ്‌രിബ് നമസ്കാരത്തിന്റെ ശേഷം അതിന്റെ ദിക്റുകളും ദുആകളെല്ലാം കഴിഞ്ഞ് 11 തവണ ഈ സൂറത്ത് ഓതിയാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു രക്ഷിക്കുമെന്ന് ഓതുകയും പറയുകയും അങ്ങനെ ആ സഹോദരി അത് നിത്യമാക്കുകയും ചെയ്തു. ഒരു ദിവസം ആ സഹോദരിക്ക് അത്ഭുതമായി. ആ സഹോദരിയെ കണ്ട സമയത്ത് ആ സഹോദരിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ സഹോദരി പറഞ്ഞു, അൽഹംദുലില്ലാ, ഇപ്പൊ വലിയ റാഹത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. കാരണം ഇപ്പൊ എന്റെ എല്ലാം, കാരണം ഭർത്താവിന് നല്ല ജോലി കിട്ടി, മക്കൾക്കൊക്കെ നല്ല റാഹത്താണ് എന്ന് പറഞ്ഞ് ആ സന്തോഷ ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതമാണ് സൂറത്തുൽ ദുഹ. സൂറത്തുൽ ദുഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സൂറത്തുൽ ദുഹായുടെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ നമുക്കതിന്റെ സന്തോഷകരം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടത്തിലിരിക്കുമാ, ദുഹായെ തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജാ, രാത്രി ഇദാ സജാ, അത് ശാന്തമാകുന്ന സമയത്ത്, തഹജ്ജുദിന്റെ നേരമാകുന്ന ശാന്തമാകുന്ന സമയത്ത് നല്ല, എന്നിട്ട് പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക, നബിയെ അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല. കാരണം ഒരു വിഷമവും ഒരു ദുഃഖവും വേണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നു, വമാ വദ്ദഅക, വെറുപ്പിക്കുകയോ അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കുക ഒന്നും ചെയ്തിട്ടില്ല. വല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാണ് നബിയെ തങ്ങൾക്ക് ഖൈർ എന്ന് പറഞ്ഞ് അങ്ങനെ വിശാലമായി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂറത്തിന്റെ അർത്ഥം തന്നെ നമ്മെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ആ സൂറത്തിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് നമുക്കൊരു വീഡിയോയിൽ അതിന്റെ അർത്ഥം നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ദുഹ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. ഒരുപാട് പ്രയാസങ്ങൾക്ക്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് മഗ്‌രിബ് നമസ്കാരത്തിന്റെ ശേഷം ഇത് നിത്യമാക്കുക. സൂറത്തുൽ ദുഹ ഒരു 11 തവണ ഓതാൻ നാം ഇൻഷാ അല്ലാഹ് നാം അതിനൊരു മനസ്സെടുക്കുകയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറ്റി വലിയ സന്തോഷകരമായ നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.